വൺ ആൻഡ് ഓൺലി സ്പോർട്സിന്റെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അവനോട് ഇന്ത്യൻ ടീം അങ്ങനെ ചെയ്തതിൽ എനിക്ക് ആശ്ചര്യം തോന്നുന്നു. ആശിഷ് നെഹ്റ. പുതിയ പരിശീലകൻ ഗംഭീറിനു കീഴിൽ ശ്രീലങ്കയ്ക്കെതിരെയാണ് ഇന്ത്യ ആദ്യം ഇറങ്ങുന്നത്. 3 T20കളും 3 ഏകദിനങ്ങളും ഉൾപ്പെട്ട പരമ്പരയിൽ ശ്രീലങ്കയിലാണ് ഇന്ത്യ കളിക്കുക. രോഹിത് ശർമ്മയ്ക്ക് പകരക്കാരനായി സൂര്യകുമാർ യാദവിനെയാണ് ഇന്ത്യ T20 നായകനാക്കി നിയമിച്ചത്. ഹർദിക് ക്യാപ്റ്റനാകുമെന്നാണ് എല്ലാവരും കരുതിയിരുന്നതെങ്കിലും BCCI നടത്തിയതൊരു വമ്പൻ ട്വിസ്റ്റായിപ്പോയി. ഇപ്പോൾ ഹർദിക്കിന്റെ ക്യാപ്റ്റൻ സ്ഥാനം നൽകാത്തതിനെ കുറിച്ച് വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുകയാണ് സ്പോർട്സ് ടോക്കിലൂടെ മുൻ താരമായ നെഹ്റ. ക്രിക്കറ്റിന്റെ കാര്യത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതിൽ അതിശയിക്കാനില്ല. ഹർദിക് ലോകകപ്പിൽ ഇന്ത്യയുടെ വൈസ് ക്യാപ്റ്റനായിരുന്നു എന്നതാണ് എന്നെ അല്പം ആശ്ചര്യപ്പെടുത്തിയത്. ഇപ്പോൾ ഇന്ത്യയുടെ കോച്ച് മാറിയിരിക്കുന്നു. ഓരോ പരിശീലകർക്കും അവരുടെ രീതികളിൽ മാറ്റമുണ്ടാകും, നെഹ്റ പറഞ്ഞു. ഹർദിക്കിന് ഫിറ്റ്നസ് ഇല്ലാത്തതുകൊണ്ടാണ് ക്യാപ്റ്റൻസി നൽകാതിരുന്നതെന്നാണ് ചീഫ് സെലക്ടറായ അഗാർക്കർ പറഞ്ഞത്. ആ ഇന്ത്യൻ താരം ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിരുന്നു. ഫ്ളാറ്റിന്റെ 19ാം നിലയിൽ അവൻ നിന്നു. വമ്പൻ വെളിപ്പെടുത്തലുമായി താരത്തിന്റെ സുഹൃത്ത്. ഭാര്യയുമായുള്ള പ്രശ്നങ്ങളും പിന്നീടുണ്ടായ കോഴ ആരോപണങ്ങളും കൂടിയായപ്പോൾ അവൻ മാനസികമായി തകർന്നെന്നും അതിനാൽ അദ്ദേഹം ആത്മഹത്യയ്ക്ക് ശ്രമിച്ചെന്നും വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുകയാണ് മുഹമ്മദ് ഷമിയുടെ കൂട്ടുകാരനായ ഉമേഷ് കുമാർ. ഷമിയുടെ കൂട്ടുകാരൻ ഉമേഷ് പറഞ്ഞത് ഇങ്ങനെ: ഷമി പോരാടാൻ മനസ്സുള്ള ആളാണെന്ന് എനിക്ക് അറിയാമായിരുന്നു. അതുവരെയുള്ള എല്ലാ പ്രശ്നങ്ങളെയും അവൻ അതിജീവിച്ചു. ഇന്ത്യ ലോകകപ്പിൽ പാകിസ്ഥാനോട് തോറ്റതിന് പിന്നാലെ ഷമി ഒത്തുകളിച്ചെന്നും പണം വാങ്ങി രാജ്യത്തെ വഞ്ചിച്ചെന്നുമുള്ള ആരോപണങ്ങൾ ഉയർന്നു വന്നതോടെ അത് ഷമിയെ മാനസികമായി തളർത്തിയെന്നും ഉമേഷ് കുമാർ പറഞ്ഞു. ആ രാത്രിയിൽ ഷമി എന്തോ ഒന്ന് തീരുമാനിച്ചതുപോലെയായിരുന്നു. അന്ന് പുലർച്ചെ 4 മണിക്ക് താൻ വെള്ളം കുടിക്കാൻ ഉണർന്നപ്പോൾ ഷമി 19ാം നിലയുടെ ബാൽക്കണിയിൽ നിൽക്കുകയായിരുന്നു. എന്താണ് ഷമിയുടെ മനസ്സിലെന്ന് എനിക്ക് മനസ്സിലായില്ല. അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ രാത്രി ചിലപ്പോൾ അതായിരിക്കണം. എന്നാൽ അടുത്ത ദിവസം അവൻ കുറ്റക്കാരനല്ലെന്ന വാർത്ത പുറത്തു വന്നതോടെ അവൻ ശരിക്കും സന്തോഷവാനായെന്നും ഉമേഷ് കുമാർ പറഞ്ഞു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം. ഗുഡ് ബൈ.